അന്യം നിന്നു പോകുമായിരുന്ന കേരളത്തിന്റെ ഒരു തനത് ചിത്രശൈലി ധാരാളം ആരാധനാലയങ്ങളില്, പ്രത്യേകിച്ച് അമ്പലങ്ങളില് കണ്ടുവരുന്ന കേരളത്തിന്റെ ചുമർ ചിത്രം, അതിനെ പുനർജീവിപ്പിക്കാനും അതിന് വേണ്ട ഊർജവും ഓജസ്സും നൽകാൻ ഗുരുവായൂർ ദേവസ്വം വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ചുമർ ചിത്ര പഠന ഗവേഷണ കേന്ദ്രം, ആ ഒരു സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ നളിൻ ബാബുവിനോടൊപ്പമാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം. അദ്ദേഹം വലിയൊരു നേട്ടത്തിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. കാരണം ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ പ്രത്യേകം ക്ഷണം സ്വീകരിച്ച് രാഷ്ട്രപതി ഭവനിൽ സംഘടിപ്പിച്ച ഒരു ആർട്ട് വർക്ക്ഷോപ്പിൽ പങ്കെടുത്തിട്ടാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സന്തോഷത്തിൽ നമുക്ക് എല്ലാവർക്കും പങ്കുചേരാം. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ പക്ഷേ. നമസ്കാരം. 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 എല്ലാവിധ ആശംസ. സന്തോഷം. വലിയ സന്തോഷം പക്ഷേ. സന്തോഷം. ഇങ്ങനെ ഡൽഹിയിലെ ഇന്ത്യയുടെ ഏറ്റവും പരമോന്നത സ്ഥലത്ത് പോയി ചുമർ ചിത്രകല ചെയ്ത് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇതൊരു ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമുള്ള സമയം. മാഷ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. വളരെ സന്തോഷം. എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കിട്ടിയ ഭാഗ്യമാണ് ഈ ഒരു അവസരം. നമ്മളിവിടെ ഇരുന്ന് എനിക്ക് തോന്നുന്നു ഞാൻ 4ാമത്തെ പ്രിൻസിപ്പളാണ്. ഈ 4 പ്രിൻസിപ്പൾമാർക്കും കിട്ടാത്തൊരു ഭാഗ്യം. ചുമർ ചിത്രകല പഠിച്ചിറങ്ങിയ ഒരു 100-120ഓളം പേര് പുറത്ത് നിൽക്കുന്നുണ്ട്. ഇവർക്ക് ആർക്കും കിട്ടാത്ത ഭാഗ്യം എനിക്കും എൻ്റെ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു സീനിയർ വിദ്യാർത്ഥി ഉണ്ടായിരുന്നു, ഫസ്റ്റ് ബാച്ചിൽ ബസന്ത്. ഞങ്ങൾ 2 പേരെയാണ് കേരളത്തിൽ നിന്ന് ഈ രാഷ്ട്രപതിഭവനിലേക്ക് അവർ ക്ഷണിക്കുന്നത്. അതെനിക്കൊണ്ട് മാർച്ച് മാസത്തിലെ ഒരു പ്രോഗ്രാം ഉണ്ടെന്നിട്ട് ഒരു ഫെബ്രുവരി മാസമാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത്. രാഷ്ട്രപതി ഭവനിലെ ഒരു റെസിഡൻഷ്യൽ വർക്ക്ഷോപ്പ് വരുന്നുണ്ട്, അപ്പോൾ താങ്കളതിൽ പങ്കെടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ച് മാർച്ച് 2nd വീക്കിൽ ഓക്കെ ആണോ, ഡേറ്റ് ഒക്കെ ചോദിച്ചു. ഞാനത് ഓക്കെ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് അവർ ഫെബ്രുവരിയിലാണത് ചോദിക്കുന്നത്. മാർച്ചിൽ നമുക്ക് പെട്ടെന്ന് പറയുന്നു മാർച്ച് 18 ഇങ്ങനെ വർക്ക്ഷോപ്പ് ചെയ്യുകയാണ് രാഷ്ട്രപതി ഭവനിൽ. അപ്പോൾ എന്താണെന്നോ ഏതാണെന്നോ ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്നും അറിയുന്നില്ല. അറിയാതെയാണ് നമ്മളോട് ഇത് ചോദിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റെസിഡൻഷ്യൽ വർക്ക്ഷോപ്പാണ്, എന്താണ് വർക്ക്ഷോപ്പാണ്, റെസിഡൻഷ്യൽ വർക്ക്ഷോപ്പാണ്, മ്യൂറൽ പെയിന്റിംഗ് ആണ്, ഇത്ര മാത്രമേ നമ്മളോട് അവിടെ നിന്ന് മറുപടികളൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഒരു 18ാം തീയതി വരാൻ നമുക്ക് ടിക്കറ്റുകൾ അയച്ചു. ഫ്ലൈറ്റ് ടിക്കറ്റ് ആയിരുന്നു അങ്ങോട്ടുള്ളതും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഡൽഹി ചെല്ലുന്നു. ഡൽഹിയിൽ നിന്ന് എയർപോർട്ടിൽ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വണ്ടി നമ്മളെ വെയിറ്റ് ചെയ്യുന്നു. നമ്മൾ ചെല്ലുമ്പോഴാണ് നമ്മൾ ഒപ്പം രാജസ്ഥാനിൽ നിന്ന് ഉള്ള ചിത്രകാരനുണ്ട്, ജയ്പൂരിൽ നിന്നുള്ള ചിത്രകാരന്മാരുണ്ട്, തഞ്ചാവൂര്, അതുപോലെ നമ്മളെ തമിഴ്നാട് നിന്നുള്ള ചിത്രകാരന്മാർ, മൈസൂർ പെയിൻറ്റിങ് ആർട്ടിസ്റ്റുകൾ, ഒഡീഷ പടാചിത്ര പെയിൻറ്റിങ്സ്, ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നേഷമാണ് ഞങ്ങളോട് പറയുന്നത്, ഇത് ഇവിടെ രാഷ്ട്രപതി മ്യൂസിയത്തിൽ റിനോവേഷൻ നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് അവിടെ ചിത്രമായിട്ട് വരയ്ക്കണം, ഓരോ സംസ്ഥാനത്തിൻ്റെയും ഓരോ കലകളുടെ രീതിയിൽ ഞങ്ങളൊരു വിഷയം പറയാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളെ അവിടുത്തെ ഡൽഹി സംസ്കൃത സർവകലാശാലയുടെ വിശ്വസംസ്കൃത പ്രതിഷ്ഠ സർവകലാശാലയിലെ ഒരു ദീപ്തി ശുക്ല എന്ന് പറയുന്ന ഒരു മാഡം, അവിടുത്തെ റീഡറും പ്രൊഫസറുമാണ്. അവർ ഞങ്ങൾക്ക് ഇതിനെ പറ്റി ക്ലാസ്സുകളും ഡീറ്റെയിൽസുകളൊക്കെ പറഞ്ഞു തരുന്നു. എന്നിട്ട് അതിലെ ക്ലാസ്സുകൾ തന്നിട്ട് ആ വിഷയം ഞങ്ങൾക്ക് സ്റ്റഡിയാക്കി തരികയാണ്. അപ്പം അതിൽ പറഞ്ഞൊരു വിഷയം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പഞ്ചതന്ത്രം കഥയാണ് അവിടെ പറയാമെന്ന വിഷയം. ആ പഞ്ചതന്ത്രം കഥയിൽ നമുക്ക് വയലൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ക്രൂവലായിട്ടുള്ള രീതികൾ വേണ്ട, വളരെ സമാധാനപരമായി പുഞ്ചിരിച്ചു നിൽക്കുന്ന ഒരു രീതിയിലുള്ള ചിത്രങ്ങളാക്കി നമ്മൾ ഇതിനെ മാറ്റണം എന്ന് പറഞ്ഞ് ഒരു കഥ നമ്മളോട് വിവരിക്കുകയാണ്. വിവരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് നിന്ന് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞു 21 സ്റ്റോറി അവർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് ഏത് സ്റ്റോറി വേണേൽ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോരുത്തരും സെലക്ട് ചെയ്തു. അങ്ങനെ എനിക്ക് വന്ന വിഷയം എന്ന് പറയുന്നത് മീനിൻ്റെയും അതുപോലെ തന്നെ തവളയും, വളരെ മറ്റേ വർത്താനപ്രിയനായ തവളയും അതുപോലെ ഒരു മീനും കൂടി കുളത്തിൽ താമസിക്കുന്നു. താമസിക്കുമ്പോൾ മീൻ പറയും വെള്ളം കുറഞ്ഞു തുടങ്ങി, നമുക്ക് ഇവിടുന്ന് മാറണ്ടേ എന്ന് തവളോട് പറയുമ്പോൾ തവള പറയും എന്തിനു പേടിക്കണേ, ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നമുക്ക് ഇവിടുന്ന് മാറേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ബുദ്ധിയുണ്ട് നമ്മുടെ മീനിന്. മീൻ പറഞ്ഞു ഇല്ല, നമ്മൾ വെള്ളം കുറഞ്ഞാൽ ഞങ്ങളൊക്കെ പിടിക്കാൻ മീൻകാർ വരും, അപ്പൊ അവർ പിടിച്ചുകൊണ്ടുപോകും, അപ്പൊ അതില്ലാതിരിക്കാൻ നമുക്ക് വേറെ മാർഗത്തിലേക്ക് വേറെ സ്ഥലത്തേക്ക് മാറിക്കൂടെ ചോദിക്കുമ്പോൾ തവള പറഞ്ഞു നീ ഒന്നും പേടിക്കേണ്ട, ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല ഇവിടെ, അങ്ങനെ സംഭവിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ ബുദ്ധിമാനായ മീൻ ഉള്ള വെള്ളത്തിൽ കൂടെ ഒഴുകി അടുത്ത കുളത്തിലേക്ക് എത്തി. പക്ഷെ തവള എന്ത് ചെയ്തു, മാറില്ല എന്ന് വിചാരിക്കുന്നു. മറ്റേ മീൻപിടുത്തക്കാരൻ വരുന്ന വല വീശി തവളെ പിടിക്കുന്നു. അപ്പൊ അവിടെ നമുക്ക് ബുദ്ധിയാണ് വേണ്ടത്, ബുദ്ധി വിവേകം എന്നുള്ള രീതിയിലാണ് നമ്മളൊരു യൂണിറ്റി, ഐക്യം, ഇതൊക്കെയാണ് അവിടെ കൊണ്ടുവരേണ്ട സബ്ജക്റ്റ് എന്നുള്ള രീതിയിലാണ് ഈ വിഷയം സെലക്ട് ചെയ്യുന്നത്. പഞ്ചായത്തിൽ ഓരോ കഥയിലും സംഭവം ചെറുതായിരിക്കാം, ആ കഥയിൽ നിന്ന്
ഒരുപാട് ആശയങ്ങൾ നമുക്ക് തരുന്നുണ്ട്. അത്ര ആശയം ആഴായിട്ടുള്ള ആ, ആഴത്തിലുള്ള ആ, ഒരു വിഷയം ചെറുതായിരിക്കും. ഇപ്പൊ ഞാൻ വരച്ചത് ഒരു 3.5 ഒരു ആദ്യം ക്യാൻവാസ് ബോർഡിലാണ് വരച്ചത്. ഒരു 3.5 അടി ലെങ്ത്തും 2.5 അടി ഹൈറ്റും ഉള്ള ഒരു ക്യാൻവാസ് ബോർഡിൽ ഇതുപോലെ തന്നെ 3 തലത്തിലായിട്ട് നമ്മൾ കുളം കാണിച്ചു. എന്ന് വെച്ചാൽ തവളയും മത്സ്യങ്ങളും എല്ലാ മത്സ്യങ്ങളായിട്ടുള്ള ഒരു കുളം. അതിനുശേഷം ഒരു കുളത്തില് ആമയും സോറി നമ്മളുടെ മത്സ്യവും തവളയും തമ്മിൽ സംസാരിക്കുന്നതും കാര്യങ്ങളും. ശേഷം നമ്മൾ മീനിനെ മാത്രം ഒരു കുളത്തിൽ കാണിക്കും. അപ്പം മീൻ പിടിക്കുന്നതോ മറ്റു രീതിയിലോ കാണിക്കേണ്ടെന്ന് നമ്മളോട് ആദ്യം പറഞ്ഞു. പിന്നെ പശ്ചാത്തലം ഭംഗിയാക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു മരങ്ങളാക്കാം. അപ്പൊ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് മരങ്ങളും അതുപോലെ തന്നെ പക്ഷികളും മാന് മയില് വളരെ പീസ്ഫുൾ മൃഗങ്ങൾ, ക്രൂവലല്ല, കുരങ്ങന്മാരൊക്കെ ചേർത്ത് പക്ഷികളൊക്കെ വെച്ചിട്ട് പശ്ചാത്തലം വയ്ക്കും. അല്ലാതെ അവിടെ നമുക്ക് സിംഹം പുലി എന്നൊക്കെ കൊണ്ടുവന്നാൽ ക്രൂവലായി. അത് പാടില്ല. സമാധാനപരമായ പക്ഷികൾ ഇതൊക്കെ പറയാലോ. അപ്പൊ മാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്നതാണ്. മയില്, അതുപോലെ തന്നെ കുരങ്ങന്മാര്, ഇതൊക്കെ നമ്മൾ കാണിക്കുന്ന രീതിയിൽ ആ ചിത്രം അവിടെ വരച്ചതിന് ശേഷം അവരൊരു സെക്രട്ടറി ഉണ്ട്. മറ്റേ പ്രസിഡന്റിന്റെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ സെക്രട്ടറി എന്ന് പറയുന്നത് അവരെ ഉമാശങ്കർ എന്നാണ് അവരുടെ പേര്. അവിടെ IAS സീനിയർ IAS 1993 IAS മാഡമാണ്. അവര് വന്ന് ചിത്രം കാണുന്നു. ചിത്രം വന്ന് നമ്മളെ ചിത്രത്തെ നമ്മളായിട്ട് കുറെ സംസാരിക്കുന്നു. അവരാണ് ഇന്ത്യൻ പ്രസിഡന്റിനോട് ഈ ഡീറ്റെയിൽസുകൾ പറയുന്നു. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ചിത്രം അവർ കാണുന്നു. കണ്ടിട്ട് ഞങ്ങളോട് പറഞ്ഞു നിങ്ങളെ പ്രസിഡന്റ് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ചിത്രവും കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ ചിത്രം പോണു, ഞങ്ങളെ കൊണ്ടുപോകുന്നു. അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ വിചാരിക്കാതെ പ്രസിഡന്റ് നമ്മളെ അടുത്തേക്ക് വരുന്നു. നമുക്കൊരു പൊന്നാടി, ഒരു രാഷ്ട്രപതി ഭവന്റെ ഒരു ഉപഹാരം നൽകണം. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ചിന്തിക്കാത്തൊരു സാധനം. അതും നമ്മളൊരു രാഷ്ട്രപതി ഭവനിലാണ് നിൽക്കണമെന്നോ രാഷ്ട്രപതിയാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നെന്നോ നമുക്ക് പ്രതീക്ഷിക്കാത്തൊരു വീട്ടിൽ നിൽക്കുന്ന പ്രതീതിയാണ് നമുക്ക് തോന്നിയത്. ഒരു വീട്ടമ്മയെ പോലെ രാഷ്ട്രപതി അവിടുന്ന് നമ്മളെ മുമ്പിലേക്ക് വരികയാണ്. നമ്മളോട് കേരളത്തിന്റെ വിശേഷങ്ങൾ ചോദിക്കുന്നു, ചുമർ ചിത്രങ്ങളെ കുറിച്ച് ചോദിക്കുന്നു, പഞ്ചാന്തര രീതികൾ പറയുന്നു. വളരെ കുറച്ച് സമയത്തിനുള്ള കേരള മ്യൂറൽ എന്താണെന്നോ ഡീറ്റെയിൽസുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. വളരെ സന്തോഷത്തോടെ നമ്മൾ പറയുന്നു. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമല്ലേ അത്. ഇന്ത്യൻ പ്രസിഡന്റിന് ദ്രൗപദി മുർമുവിനെ പോലെ ഇന്ന് വനിതാ പ്രസിഡന്റായി ഇരിക്കുന്നവരെ നമുക്ക് കിട്ടുക വലിയൊരു ഭാഗ്യമായി കണക്ക് കൂട്ടുകയാണ്. അത് പ്രത്യേകിച്ച് ഗുരുവായൂർ മ്യൂറൽ പെൻസിന്റെ പ്രിൻസിപ്പളായിട്ട് ഇരിക്കുന്ന ഈ ഒരു അവസരത്തിൽ എനിക്ക് കിട്ടുക എന്നുള്ളത് ഗുരുവായൂരപ്പന്റെ ഒരു അനുഗ്രഹം. ഗുരുവായൂരം പഠിച്ച ആളാണ് ഞാൻ. ആദ്യം 2ാമത്തെ ബാച്ചിൽ നിന്ന് ഗുരുവായൂരിൽ നിന്ന് പഠിച്ചതാണ്. പഠിച്ച് ഇവിടെ അധ്യാപകനായി 2003 അധ്യാപകനായി. പിന്നെ ഞാനിവിടെ സീനിയർ അധ്യാപകൻ, ഇപ്പൊ പ്രിൻസിപ്പളായി. അപ്പൊ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഈ ഒരു അവസരം. അപ്പൊ അത് ഗുരുവായൂരപ്പന്റെ കഴിവും ഇവിടത്തെ ഗുരുകാരപ്പൻ, ഞങ്ങളുടെ ഗുരുകാരണവന്മാര്, എന്റെ അച്ഛന്റെ അമ്മയുടെ ഒരു ഗുണം കൊണ്ടായിരിക്കും അങ്ങനെ എനിക്ക് കിട്ടിയൊരു ഭാഗ്യമായിട്ട് ഞാൻ അതിനെ. തീർച്ചയായിട്ടും ഇത് ശരിക്കും നമ്മുടെ ഒരു നാടിനും വലിയൊരു സന്തോഷവും ഭാഗ്യമാണ്. സത്യം പറഞ്ഞാൽ എനിക്കിത് അറിയില്ലായിരുന്നു. ഞാൻ വന്നൊരെണ്ണം ഒരു ചിത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ എനിക്ക് തുര വിളി, പിന്നെ മീഡിയാസിന്റെ വിളി, എല്ലാവരും എനിക്ക് ഇന്റർവ്യൂ ചെയ്യണം എന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് പേര് വിളിച്ചപ്പോഴാണ് ഞാൻ ഈശ്വര ഇത് ഇത്ര വലിയ സംഭവമായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കത് അനുഭവിക്കുമ്പോഴാണ് എൻ്റെ നാട്ടുകാർ ഇവിടെ എന്നെ വിളിക്കുന്നത്, എനിക്ക് ആദരവ് തരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാഷ് ഇതൊരു ദേശീയ അവാർഡ് കിട്ടിയ പ്രതീതിയല്ലേ. ഞങ്ങൾ രാഷ്ട്രപതി ഭവൻ കാണാൻ പോയപ്പോൾ ഞങ്ങളുടെ ഒരു പത്മശ്രീ ആർട്ടിസ്റ്റ് ഉണ്ട്. അദ്ദേഹം ഗീത അദ്ദേഹം ജയ്പൂർ ആർട്ടിസ്റ്റാണ്. അദ്ദേഹം തിലക് ഗീത എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ 2017 ഈ സ്ഥലത്ത് നിന്നിട്ടാണ് പത്മശ്രീ വാങ്ങിച്ചത് ഞങ്ങളോട്. എന്നിട്ട് പറഞ്ഞു ബാക്കി സ്ഥലം വന്നു ഇവിടെ നിന്നിട്ടാണ് മോഹൻലാൽ ഫാൽക്കെ അവാർഡ് വാങ്ങിച്ചത്, ഇവിടെയാണ് പത്മശ്രീ കൊടുക്കുന്നത്. ആ ഹോളൊക്കെ ഞങ്ങൾ കാണുക. ഇതൊക്കെ കണ്ട സ്ഥലത്തേക്ക് നമ്മൾ ശരിക്കും പറഞ്ഞു ഇതൊക്കെ പുറത്തുനിന്ന് കാണാനാണ്. അല്ല ഭയങ്കര രാഷ്ട്രപതി ഭവൻ എന്ന് പറയുന്നത് 350 ഏക്കറിലുള്ള രാഷ്ട്രപതി ഭവനാണ്. അതിനകത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഒരുപാട് ഗേറ്റുകൾ, അതിനകത്തേക്ക് ആർക്കും കടക്കാൻ പാടില്ല. പക്ഷെ ഞങ്ങൾക്ക് അവിടെ ഫ്രീഡം ആണ്. ഞങ്ങൾക്ക് അവരെ വണ്ടിയിൽ യാത്ര ചെയ്യുന്നു, ഞങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ കാണാൻ. രാഷ്ട്രപതി ഒക്കെ ഞങ്ങൾ കാണിച്ചു തന്നു. അവിടുത്തെ ചിത്രങ്ങൾ കാണുന്നു. അവിടെ മുഗൾ ശൈലി ചെയ്ത കുറേ പെയിന്റിങ്സ് ഉണ്ട് രാഷ്ട്രപതി ഭവൻ്റെ. അതൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു. പിന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും കാണിച്ചു തരാനും നമ്മളപ്പം അവരെല്ലാവരും ഉണ്ടാവും, മ്യൂസിയം സ്റ്റാഫുകളൊക്കെ. അതൊക്കെ നമ്മൾ കണ്ടിട്ടാണ് നമുക്ക് ഇത് കഴിയുമ്പോൾ നമുക്ക് മാത്രമല്ല ഇതൊരു ഒരു ഭാരതത്തിന്റെ ഒരു ചരിത്രം ഉറങ്ങണ ഒരു സ്ഥലം കൂടിയല്ലേ അല്ലേ. രാഷ്ട്രപതി ഭവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇത്ര വലിയൊരു സംഭവമാണ് സത്യം പറഞ്ഞ് കിട്ടിയതിന് ശേഷം നമ്മളിപ്പോ ഒരുമിച്ച് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുമ്പോൾ പോലും ഞങ്ങളൊരു ചെയറിൽ ഞങ്ങളുടെ ഒപ്പം ഇരിക്കുകയാണ്. ഞങ്ങൾ 8 പേരും രാഷ്ട്രപതി വന്ന് ഇരുന്നിട്ട് ഫോട്ടോ എടുത്തു. സിനിമയില് തലയേറ്റ് വീണ അല്ല ഹവളാടറിയില് മഞ്ജു വാര്യർ ചെയ്യണ പോലത്തെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നമുക്കതൊന്നും തോന്നിയില്ല. നമ്മളാരും പിന്നെ അവരൊരു അമ്മയുടെ പോലത്തെ ഒരു നല്ലൊരു വനിതാ രാഷ്ട്രപതി പോലും തോന്നില്ല. ഒരു സാധാ സാരി എടുത്ത് വരും നമ്മളെടുത്ത് വന്ന് നിൽക്കുന്ന ഒരു വ്യക്തി പോലെ നമുക്ക് തോന്നുള്ളൂ. എനിക്ക് അന്നേരം ഗുരുവായൂർ എന്ന് പറയുമ്പോൾ ആ സെക്യൂരിറ്റിയും പോലീസും ഒക്കെ കാണുമ്പോൾ ഭയപ്പെടും. ഇത് അവരെ വീടാണ്, അവരെ സ്ഥലമാണ്.
ആകെ ഞങ്ങളൊരു 10-30 ആള് മാത്രമേ ആ ഹാളിനകത്തുള്ളൂ, വേറെ ആരും ഇല്ല. അപ്പൊ അവർക്ക് എത്ര നേരം വേണമെങ്കിൽ ഫ്രീ ആവാം, അവരെത്ര വേണമെങ്കിൽ അവർക്ക് സംസാരിക്കാം. അപ്പൊ അവർ അതേ രീതിയിൽ തന്നെയാണ് അവിടെ ഇടപഴകിയതും ചെയ്തു. അത് ഞാൻ പറഞ്ഞു ഒരിക്കലും മറക്കാൻ പറ്റില്ല. അവരെ മുമ്പിലേക്ക് വന്നതും വരുന്നതും രംഗമുണ്ടല്ലോ. മാഷ്ടെ സ്കൂൾ ജീവിതം, കോളേജ്, എങ്ങനെയാണ് ഇവിടെ വരെ എത്തിപ്പെടണേ എന്നുള്ള ഒരു വിശേഷങ്ങളിലേക്ക്? എന്റെ നാട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഗുരുവായൂരുകാരനാണ്. എന്റെ അമ്മ വീട് എന്ന് പറയുന്നത് ഗുരുവായൂർ കല്ലാറ്റ് ഫാമിലിയാണ്. ചെറുപ്പം തൊട്ടേ ഗുരുവായൂരിനെ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ചെറുപ്പം തൊട്ടേ അമ്മയോടൊപ്പം കയ്യും പിടിച്ച് ഗുരുവായൂർ അച്ഛൻ്റെ ഒക്കെ ഒപ്പം ഗുരുവായൂർ കണ്ട് നടന്നൊരു വ്യക്തിയാണ്. അപ്പൊ അത് കാരണം ഗുരുവായൂർ എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ട ഒരു നാടാണ്. എൻ്റെ പ്രധാന ഒരു ഭഗവാനാണ് ഗുരുവായൂർ ശ്രീ കൃഷ്ണമ്പലം എന്ന് പറയുന്നത്. എൻ്റെ നാട് എന്ന് പറയുന്നത് ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ അപ്പുറത്ത് നിൽക്കുന്ന പെരുവല്ലൂര് എന്ന് പറയുന്നത് ശരി പഞ്ചായത്തിലെ പെരുവല്ലൂരാണ് എൻ്റെ സ്വന്തം ഗ്രാമം. ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ എൻ്റെ പെരുവല്ലൂർ എന്ന ഗ്രാമത്തിലാണ്. അച്ഛൻ KB മേനോൻ എന്ന് പറയും. അദ്ദേഹം പെരുവല്ലൂർ ഗവൺമെൻറ് UP സ്കൂളിലെ പ്രധാന അധ്യാപകനായിരുന്നു. അമ്മ പത്മാവതി അമ്മ പെരുവല്ലൂർ സ്കൂളിലെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. അച്ഛൻ ഒരുപാട് ശിക്ഷകണങ്ങളുള്ള നാടാണ്. അമ്മയ്ക്കും അതുപോലെ തന്നെ. ഭാസ്കര മാഷ് എന്നാണ് അച്ഛനെ പറയുക. കോങ്ങാട്ടിൽ ഭാസ്കര മേനോനാണ് KB മേനോനായത്. അമ്മ പത്മാവതി അമ്മ പത്മാവതി ടീച്ചർ. അപ്പൊ അച്ഛനും അമ്മയും ഭാസ്കര മാഷും പത്മാവതി ടീച്ചറും പഠിപ്പിക്കാത്ത ആൾക്കാർ കുറവാണ്. ഒരുപാട് കാലത്തുള്ള ശിഷ്യന്മാരും. എൻ്റെ വീടാണ് കിടക്കുന്നത് സ്കൂളിന്റെ തൊട്ട് കാലി വെച്ചാൽ സ്കൂളാണ്. അപ്പൊ ആ സ്കൂൾ ബന്ധം എനിക്ക് ഭയങ്കരമായിരുന്നു. ചെറുപ്പം തൊട്ടേ സ്കൂളിൽ അന്ന് വരയ്ക്കായിരുന്നു. പക്ഷെ വര അത്ര സീരിയസ് ആയി കണ്ടിരുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ വരയിലേക്കാവും നമ്മുടെ ജീവിതം നമുക്ക് അറിയില്ല. പിന്നെ പ്രത്യേകിച്ച് എൻ്റെ 2 അധ്യാപകരായ രക്ഷിതാക്കളാണ്. അവരാഗ്രഹം എന്തായിരിക്കും, നമ്മൾ അധ്യാപകരാക്കണം, കൊണ്ടുപോകണം എന്നൊക്കെ വിചാരിക്കും. അപ്പൊ ഞാൻ 7ാം ക്ലാസ് വരെ പെരുവല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിലാണ് പഠിച്ചത്. അതിനുശേഷം ഹൈസ്കൂളായ സമയത്ത് ഞാൻ ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിലാണ് ഞാൻ ഹൈസ്കൂൾ ആയിട്ട് പഠിക്കുന്നത്. 10th കഴിഞ്ഞു. അത് കഴിഞ്ഞ ശേഷം ശ്രീകൃഷ്ണ കോളേജിലാണ് PDC പഠിക്കുന്നത്. PDC കഴിഞ്ഞിട്ട് പിന്നെ ഡിഗ്രി പഠിക്കാൻ ഞാൻ തൃശ്ശൂർ ചെന്മിയ മിഷൻ കോളേജിലാണ് ഞാൻ ഡിഗ്രി പഠിക്കുന്നത്. ഡിഗ്രി പഠിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രി കഴിഞ്ഞു. BCom കഴിഞ്ഞതിന് ശേഷം ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് ഞാനിങ്ങനെ ആലോചിച്ചു. എൻ്റെ അച്ഛൻ എന്ന് വിചാരിക്കുക എന്നെ BCom കഴിഞ്ഞാൽ MCom പഠിപ്പിച്ച് എന്നെ ബാങ്കിൽ ജോലിയാക്കണം. അപ്പൊ ഞാൻ ടീച്ചർ ലെവലല്ലാത്തതുകൊണ്ട് BCom പഠിച്ചാലടുത്ത് എല്ലാവർക്കും പണ്ടത്തെ ഒരു നിയമം BCom കഴിഞ്ഞാൽ ബാങ്കിലേക്ക് ജോലിക്ക് പോകാന്നുള്ളത് അന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ BCom കഴിഞ്ഞതോടുകൂടി ഞാൻ ഡിഗ്രി പഠിക്കുക എന്നുള്ള സംഭവം ഞാൻ അവിടെ നിർത്താം എന്ന് വിചാരിച്ചു. ഇനി ഞാൻ PGക്ക് പോകണ്ട. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം എന്ന് ഇങ്ങനെ ആലോചിച്ച സമയത്താണ് ഗുരുവായൂര് ചുമർ ചിത്ര പഠന കേന്ദ്രം മ്യൂറൽ പെയിന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളെ തേടുന്നു എന്ന് പറയുന്ന പരസ്യം കാണുന്നു. അത് കണ്ടപ്പോൾ ഞാൻ പണ്ടും വരയ്ക്കായിരുന്നു, കോളേജിലും വരയ്ക്കായിരുന്നു. വരയ്ക്കുന്ന രീതി എനിക്കുണ്ട്, അതൊക്കെ വരയ്ക്കും. വര സീരിയസ് ആയി നമ്മൾ കണ്ടിട്ടില്ല. ആ സമയത്താണ് എനിക്ക് ഇത് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു വെള്ള പേപ്പറിൽ ഒരു അപേക്ഷ തയ്യാറാക്കി ഞാൻ അയച്ചപ്പോ എനിക്ക് എന്താണ് സ്ഥാപനം എന്നോ എന്താണ് ഈ കോഴ്സ് എന്നോ ഒന്നും അറിയില്ല. ഞാനത് അയച്ചു കൊടുത്തു. അല്ല, ഒന്നും അറിയില്ല. മ്യൂറൽ പെയിന്റിങ് എന്ന വാക്ക് എന്താന്ന് ഞാൻ അന്വേഷിച്ച് നടന്നുണ്ട്. മ്യൂറൽ അപ്പോഴാണ് ഒരാൾ പറഞ്ഞത് മ്യൂറൽ എന്ന് പറഞ്ഞാൽ ചുമരാണ്, ചുമരിൽ വരയ്ക്കുന്ന ചിത്രങ്ങളെ കുറിച്ചുള്ളൊരു കോഴ്സാണ്. അത് കഴിഞ്ഞ ശേഷം ഞാൻ അന്നും വായിക്കുകയായിരുന്നു. വായിക്കൽ എഴുതുക എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ നിന്ന് കിട്ടിയ എൻ്റെ അച്ഛൻ്റെ ആയിട്ടുള്ള ഒരു അടുപ്പം കൊണ്ട് എനിക്ക് സാഹിത്യബന്ധം കുറച്ചുണ്ട്. ഞാൻ ചെറുപ്പകാലം തൊട്ടേ അച്ഛനായിട്ട് ഒരുപാട് അച്ഛൻ്റെ കവിയരങ്ങളിൽ, അച്ഛൻ പൊന്നാനി സാഹിത്യ കളരിയിലെ ഒരു പഴയൊരു കവിയാണ്. VT വട്ടതിരിപ്പാട്, അക്കിത്തം, അതുപോലെ തന്നെ P കുഞ്ഞിരാമൻ നായർ ഉൾപ്പെടെ ഉറൂബ് ഉൾപ്പെടെയുള്ള ആളുകളായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നു. എൻ്റെ ചെറുപ്പത്തിലൊക്കെ അക്കിത്തത്തിനെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ലീലാകൃഷ്ണന്റെ ചെറുപ്പത്തിൽ കവിത വായിക്കുന്ന കവിയരങ്ങിൽ ഞാൻ പങ്കെടുക്കും. ഞാൻ കേൾക്കാൻ ആലങ്കുടി ലീലാകൃഷ്ണന്റെ. അപ്പൊ അന്നിങ്ങനെ കുറെ സാഹിത്യകാരന്മാരെ പരിചയമുണ്ട്. അപ്പൊ കുഞ്ഞിരാമൻ നായരെ ഞാൻ നേരിട്ട് കാണുന്നുണ്ട് സ്കൂൾ പ്രായത്തിൽ. അച്ഛൻ്റെ ഒപ്പം ട്രഷറിയിൽ പോയ സമയത്ത് അച്ഛനെ കൊണ്ടുപോകും. അങ്ങനെ അച്ഛൻ ഇതാണ് P കുഞ്ഞിരാമൻ നായർ എന്ന് പറഞ്ഞു. അപ്പൊ അത് നമുക്ക് വലിയൊരു ഭാഗ്യമാണ്. നമ്മൾ ഒരിക്കലും P കുഞ്ഞിരാമൻ നായർ എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിന്റെ കവിതയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും കാണുകയാണ്. ഒരു ജൊബയൊക്കെ എടുത്ത് വെച്ച ആള് നമ്മൾ വളരെ വിനയത്തോടുകൂടി കാണുന്ന ഒരു വ്യക്തിയാണ്. കുഞ്ഞിരാമൻ നായരെ പേര് കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാം, ഗുരുവായൂരായിട്ടുള്ള ബന്ധം അറിയാം കുഞ്ഞിരാമൻ നായർ. അപ്പൊ അദ്ദേഹത്തെ കാണുന്നു. അങ്ങനെ ആ ഒരു ബന്ധം എനിക്ക് അന്നും ഉണ്ട്, സാഹിത്യ ബന്ധം. അപ്പൊ എൻ്റെ ഉള്ളിൽ ഇപ്പോഴൊരു സാഹിത്യം, അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയൊരു കലയും സാഹിത്യമൊക്കെ എൻ്റെ ഉള്ളിലുണ്ട്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഗുരുവായൂര് അഡ്മിഷൻ, എനിക്ക് ടെസ്റ്റ് ഇന്റർവ്യൂവിന് വരുന്നു. അതിൽ ഞാൻ പാസ്സാവുന്നു. പാസ്സായപ്പോൾ അന്ന് നമ്മളെ ഇന്റർവ്യൂ ഒക്കെ ചെയ്തത് ആർട്ടിസ്റ്റ് നമ്പൂതിരി, അതുപോലെ തന്നെ ഡോക്ടർ MG ശശിഭൂഷൺ, മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായർ, ഇദ്ദേഹത്തിന്റെ സ്ഥാപക പ്രിൻസിപ്പളായ മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായർ, KV ഹരിദാസാണ് കോളേജ് ഓഫ് ഫൈൻ ആർട്സിന്റെ മുൻ പ്രിൻസിപ്പള്. ഇവരൊക്കെയാണ് അന്ന് ഇന്റർവ്യൂലുണ്ട്. ഒരുപാട് പേര് വന്നിട്ട് പഴയ സത്രത്തിൽ വെച്ചിട്ടാണ് ഇന്റർവ്യൂ നടക്കുന്നത്, ടെസ്റ്റ് നടക്കുന്നത്. ഞാനവിടെ വരയ്ക്കാൻ തന്ന ഞങ്ങൾക്ക് സബ്ജക്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, കൃഷ്ണനെ വസുദേവരുടെ അടുത്തുനിന്ന് നമ്മുടെ കൃഷ്ണൻ കളിച്ചുകൊള്ളുന്ന നാടല്ലോ മധുരയിലേക്ക് കൊണ്ടുപോകുന്ന രംഗമാണ് നമുക്ക് യശോദയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. കൊണ്ടുപോകുമ്പോൾ
ഇതാണ് സംഭവം തന്നെ. നമുക്ക് വസുദേവര് കുട്ടിയെ കൊണ്ടുപോകുന്ന രംഗം എങ്ങനെയാണെന്ന് അറിയുമ്പോൾ ഞാൻ കൊട്ടയിൽ വസുദേവര് തലയിൽ പൊക്കി കൊണ്ടുപോകുന്നു. അപ്പൊ നദി രണ്ടായി മാറുന്നു, തലയിൽ പാമ്പ്, മഴ പെയ്യുമ്പോൾ പാമ്പ് വന്ന് കുട ചൂടുന്നു. അത് ഞാനത് ഡ്രോയിങ്സ് ആയി വരയ്ക്കുന്നു. അത് വിഷയം വരച്ചതിന് ശേഷമാണ് നമ്മൾ ഇന്റർവ്യൂവിനെ വിളിക്കുന്നത്. അത് കഴിഞ്ഞ് എന്നോട് സംസാരിക്കുന്നു. നമ്പൂരി ആർട്ടിസ്റ്റ് നമ്പൂരി മാഷാണ് സംസാരിക്കുന്നത്. കുറെ കാര്യങ്ങൾ ചോദിച്ചു. ശശികുമാർ സാറൊക്കെ ചോദിച്ചു. ഇന്ന് ഈ വായിച്ചറിവുള്ളതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന ചിത്രകാരന്മാരെ പേര് പറയാൻ പറ്റി ചോദിച്ചു. ഞാൻ പറഞ്ഞു MV ദേവൻ, ആർട്ടിസ്റ്റ് നമ്പൂതിരി വരയ്ക്കുന്നത് മാതൃഭൂമിയിലല്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞു നമ്പൂതിരി മാതൃഭൂമിയിലല്ല വരയ്ക്കുന്നത്, കലാകൗമുദിയിലാണ് വരയ്ക്കണേന്ന്. അപ്പൊ ചോദിച്ചു അല്ലല്ലോ, അല്ലായിരുന്നു. അപ്പൊ അദ്ദേഹം മാതൃഭൂമിയിലായിരുന്നു മുമ്പ്, ഇപ്പൊ അദ്ദേഹം വരയ്ക്കുന്നത് കലാകൗമുദിയിലാണ്. സാറിനെയല്ലേ വരയ്ക്കണേ ചോദിച്ചു. എന്നെ അറിയോ ചോദിച്ചു. എന്ന് സാറിനെ ഞാൻ കണ്ടിട്ടുണ്ട്, സാറിന് അറിയാം, സാറിന്റെ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. ഓ സന്തോഷം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ ഇന്റർവ്യൂവിൽ നമ്മൾ പാസ്സാവുന്നു. എനിക്ക് അഡ്മിഷൻ കിട്ടുന്നു. എൻ്റെ ഒപ്പമുള്ളവരൊക്കെ കേരളത്തിന്റെ പല ഭാഗത്തുനിന്ന് വന്ന 10 പേർക്കാണ് ഇവിടെ അഡ്മിഷൻ ഒന്നുണ്ടായിരുന്നത്. അതിൽ നമ്മൾ പങ്കെടുക്കുന്നു, ഇവിടെ വന്ന് പഠിക്കുന്നു. അന്ന് മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായരാശാൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. 1989 ആണ് ഈ സ്ഥാപനം തുടങ്ങുന്നത്. പുന്നത്തൂർ കോട്ടയിൽ വെച്ചിട്ടാണ് ഈ സ്ഥാപനം ആരംഭിക്കുന്നത്. ആദ്യത്തെ ബാച്ച് ഒരു ബാച്ചിനെ എടുത്തിരുന്നു. ആദ്യത്തെ ബാച്ചിന് അന്ന് ഒരു വയസ്സൊന്നും പറയാതെയാണ് അന്ന് ചെയ്തിരുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഇങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കത്തിയ സമയത്ത് കലാകാരന്മാരെ കിട്ടാത്തൊരവസ്ഥ വന്നിട്ടുണ്ടായി. അതായത് 78-ല് ആ ഗുരുവായൂർ ആപ്തിക്കരയായില്ല. ശേഷം റിനോവേഷൻ ചെയ്യാൻ വേണ്ടി ചുമർ ചിത്രം വരയ്ക്കുന്ന കലാകാരന്മാർക്ക് വന്ന് കിട്ടാതെ വന്നപ്പോ അന്ന് പിന്നീട് വന്ന ഭരണസമിതിയിലെ K. ചന്ദ്രഹാസൻ എന്ന് പറയുന്ന ഒരു സാംസ്കാരിക ബന്ധമുള്ള ആളാണ്. അദ്ദേഹത്തിനോട് C. ചിദംബരം എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രിയാണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഗുരുവായൂര് ഒരു ചുമർ ചിത്ര പഠന കേന്ദ്രം ദേവസ്വത്തിന് തുടങ്ങിക്കൂടാ എന്നൊരു ആശയം K. ചന്ദ്രഹാസൻ സാറിനോട് പറഞ്ഞു കൊടുക്കുക. അദ്ദേഹം അത് ദേവസ്വം ഭരണസമിതിയിൽ, അന്നത്തെ ഒരു ഭരണസമിതിക്ക് നല്ല P. N. നാരായണൻ എന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു അന്നത്തെ ഭരണസമിതി ചെയർമാൻ. അന്ന് K. ചന്ദ്രഹാസൻ CPIയുടെ മെമ്പറായിട്ടാണ് വന്നതെങ്കിൽ അദ്ദേഹത്തിന് സാംസ്കാരിക ബന്ധം ഭയങ്കരമായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. സാംസ്കാരിക ആൾക്കാരായിട്ട് നല്ല വ്യക്തിത്വം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ആശയത്തിനനുസരിച്ച് ചുമർ ചിത്ര പഠനകേന്ദ്രം ഗുരുവായൂർ ദേവസ്വം തുടങ്ങിയാൽ കൊള്ളാം എന്ന് പറഞ്ഞ് അന്നത്തെ ആചാര്യനായിരുന്ന മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായരാശാനെ പോയി കാണുകയാണ്. അദ്ദേഹം സന്തോഷത്തോടു കൂടി ആ ഉദ്യമം ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഏറ്റെടുത്ത്. അന്ന് അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിൽ ആവശ്യപ്പെടാമായിരുന്നു. ദേവസ്വം വണ്ടി ആവശ്യപ്പെടായിരുന്നു, ദേവസ്വം ശമ്പളം ചോദിക്കായിരുന്നു. അദ്ദേഹം പറഞ്ഞു എൻ്റെ വണ്ടിക്കും അദ്ദേഹത്തിന് കാറുണ്ടായിരുന്നു, ഒരു അംബാസഡർ കാർ. ആ കാറിന് ഉള്ള പെട്രോൾ അടിക്കാനുള്ള കാശ് എനിക്ക് മതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തയ്യാറായി. ആ ഇതെന്നാണ് ഗുരുവായൂർ ദേവസ്വം ചുമർ ചിത്ര പഠനകേന്ദ്രം എന്ന് പറയുന്നത്. ആദ്യമായിട്ട് 1989 ആനക്കോട്ടയിൽ, പുന്നത്തൂർ കോട്ടയിൽ വെച്ചിട്ടാണ് ഇത് ആരംഭിക്കുന്നത്. അന്ന് ആർട്ടിസ്റ്റ് നമ്പൂതിരിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അന്ന് ലളിതകലാ അക്കാദമിയുടെ ചെയർമാനായിരുന്നു നമ്പൂതിരി. അന്ന് അദ്ദേഹമാണ് അത് നിലവിളക്ക് കൊടുത്തി ക്ലാസ് ഉദ്ഘാടനം ചെയ്ത്. ഈ സ്ഥാപനം B. വിശ്വനാഥ മേനോൻ എന്ന് പറയുന്ന ദേവസ്വം ധനകാര്യ വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഇത് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തത്. അതിൽ നിന്നാണ് പിന്നീട് അത് സത്രം കോംപ്ലക്സിലേക്ക് 90 മുതൽ ഇവിടേക്ക് മാറ്റി. ഞങ്ങളുടെ 2ാമത്തെ ബാച്ച് തൊട്ട് സത്രം കോംപ്ലക്സിലെ സ്ഥാപനത്തിലാണ് പഠിച്ചത്. എന്നാ ഇതിൽ നമുക്ക് ഒരുപാട് വിസിറ്റിംഗ് ഡോക്ടർ MG ശശിഭൂഷണെ പോലെ തന്നെ G. അഴിക്കോട്, അതുപോലെ ഓമനക്കുട്ടൻ, അങ്ങനെ കുറെ വിസിറ്റിംഗ് ആയിട്ടുള്ള അധ്യാപകർ അന്ന് ഞങ്ങൾക്ക് പഠിപ്പിക്കാനുണ്ട്. ഈ ചന്ദ്രഹാസന്റെ ബന്ധം കൊണ്ട് നമുക്ക് ഒരുപാട് കലാമണ്ഡല അപ്പുകുട്ടി പൊതുവാളും, അതുപോലെ തന്നെ ശിവജി പണിക്കര്, അതുപോലെ തന്നെ കനക്കറല്, അങ്ങനെ ഒരുപാട് നൃത്തം അല്ലെ മറ്റേ നൃത്തമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, ഒരുപാട് വലിയ വലിയ ആളുകളെ നമുക്ക് കൊണ്ടുവന്ന് പരിചയപ്പെടുത്താനും അവരെ ക്ലാസ് കാണിക്കാം. ഇവൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മമ്മൂട്ടി വരെ വന്നതാണ്. മമ്മൂട്ടി വരെ വന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടുപോയതാണ്. അപ്പൊ അത്രയും ഒരുപാട് ആളുകൾ വന്ന് കണ്ട് മനസ്സിലാക്കി. അന്നാണ് ജനങ്ങൾ എന്താണ് ചുമർ ചിത്രകല, എന്താണ്. എനിക്ക് തോന്നുന്നത് ഇത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു അന്യം നിന്ന് പോകുന്ന ഈ കല അന്ന് ഉണ്ടായിരുന്നില്ല. പിന്നീട് ആളുകൾ ചുമർ ചിത്രകല എന്ന് പറഞ്ഞിട്ട് ആളുകൾക്ക് ഇതിനെ പറ്റി ഒരു പഠന കേന്ദ്രത്തിലേക്ക് വരുന്നു, പഠന കേന്ദ്രം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ അത് കൂടുതൽ മനസ്സിലാക്കാൻ തയ്യാറാവും. ഗുരുവായൂർ ദേവസ്വം ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയില്ലെങ്കിൽ ഈ ഗുരുവായൂർ ചുമർ ചിത്രകല ഈ ലോകത്ത് ആരും അറിയില്ല. ഇതൊന്ന് പഠിച്ചിറങ്ങിയ എല്ലാ ആളുകളും വലിയ സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഗുരുവായൂരിൽ നിന്ന് പഠിച്ചിറങ്ങിയവർ തന്നെ ഇവിടെ ഇപ്പോൾ പ്രിൻസിപ്പളായി, ഞാനും പ്രിൻസിപ്പളായി. അപ്പോൾ 2 പേര് ഓൾറെഡി ഇവിടെ പഠിച്ചു കഴിഞ്ഞവരാണ്. അത് കഴിഞ്ഞ കാലടി യൂണിവേഴ്സിറ്റിയിലാണ് 2 പേര് 2-3 പേര് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അധ്യാപകരുണ്ട്. അതുപോലെ തന്നെ ആറന്മുള വാസ്തുവിദ്യാലയത്തിൽ പഠിപ്പിക്കുന്ന നമ്മുടെ പഠിച്ചിറങ്ങിയവരാണ്. ചിത്രം മൊത്തം അവരെന്ത് ചെയ്തു, പഴയ ചിത്രങ്ങൾ മാറ്റിയിട്ട് പൊളിച്ചിട്ട് പ്ലാസ്റ്റർ ചെയ്തു. ആദ്യം പ്ലാസ്റ്റർ ചെയ്തിട്ട് നമ്മൾ പുതിയ രീതിയിലാണ് പ്ലാസ്റ്റർ ചെയ്ത് കുട്ടിയിട്ടൊക്കെ നല്ല പ്ലാസ്റ്റർ ചെയ്തിട്ട് നമ്മൾ വീണ്ടും അത് ഏകാശിക്ക് മുമ്പായിട്ട് 10 ദിവസം കൊണ്ട് മൊത്തം പഠന കേന്ദ്രത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ കലാകാരന്മാരെല്ലാവരും ചേർന്നിട്ട് വരച്ചിട്ട് 10 ദിവസം കൊണ്ട് ഒരു ക്യാമ്പ് പോലെ ആക്കിയിട്ട് അത് മൊത്തം വരച്ചു. ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക. അദ്ദേഹത്തിന് മരണം ഞങ്ങളെ വളരെ ഫീൽ ചെയ്തു. എന്തായിരിക്കും. അപ്പൊ അദ്ദേഹം ഞങ്ങളോട് മരിക്കാനായിട്ട് മുമ്പ് ചോദിച്ചൊരു ചോദ്യമുണ്ട്,
ഈ കല പഠിച്ചാൽ നിങ്ങൾ ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ചൊരു ചോദ്യം. അത് വലിയൊരു കാര്യമാണ്. മമ്മൂരാശൻ ചെയ്ത ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഇപ്പോൾ പുലാക്കാട്ട് രാമൻ നായർ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് കരുമാമുർമ തച്ചു നായർ. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഞങ്ങളുടെ മമ്മൂരാശൻ. അപ്പൊ ഒരു ഗുരുവായൂർ ശൈലിയുടെ തലമുറ വരുന്ന പുലാക്കാട്ട് രാമൻ നായർ, കരുമാമുർമ തച്ചു നായർ, മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായരായി. അപ്പൊ ഈ 3 തലത്തിലേക്കാണ് വരുന്നത്. അതിനുശേഷം വരുമ്പോൾ ശ്രീനിവാസ മാഷിലേക്കും KK വാര്യരിലേക്ക് അത് മാറും. പക്ഷെ അന്ന് ആരും ഈ കല അറിയുന്നില്ല. കൂടുതൽ ക്ഷേത്രങ്ങളിൽ പോയി കലകൾ മനസ്സിലാക്കി പഠിച്ചു വരുമ്പോഴാണ് ഇതിൽ ഇന്ന ക്ഷേത്രങ്ങൾ ചിത്രങ്ങൾ ഉണ്ടെന്നും ഇന്ന സ്ഥലത്തൊക്കെ ഉണ്ടെന്നും മനസ്സിലാക്കി ഇതുപോലെയാണെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ശേഖരിക്കും. നമ്മളെല്ലാ ചിത്രങ്ങളും ഇവിടെ ഉള്ളത് അങ്ങനെയാണ്.